ഇന്ന് നമുക്ക് ഹൈന്ദവ, ബൗദ്ധ, ജൈന വിശ്വാസപ്രകാരം ആളുകൾ ഒരുപാട് വിശ്വസിക്കുന്ന കുബേരനെ കുറിച്ച് സംസാരിക്കാം. ആരാണ് കുബേരൻ? യക്ഷരാജാവായ കുബേരൻ ബ്രാഹ്മണ മഹർഷി വിസർവസിൻ്റെയും ഇലവിത ദേവിയുടെയും മകനായിട്ടാണ് കുബേരൻ പിറന്നത്. രാജാതിരാജനായ രാവണന്റെ മൂത്ത സഹോദരൻ കൂടിയാണ് കുബേരൻ. ലങ്കാ രാജാവായിരുന്നു കുബേരൻ. ഈ കുബേരന്റെ രാജസന്നിധിയായ ലങ്ക രാവണൻ പിടിച്ചടക്കിയതിനു ശേഷം ഗന്ധമാദനി പർവ്വതത്തിനടുത്ത് അളകാപുരി എന്ന ഒരു രാജ്യമുണ്ടാക്കി. ആ രാജ്യത്താണ് ഇപ്പോഴും കുബേരൻ ജീവിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അളകാപുരി കുബേരന്റെ സ്വർണ്ണ സാമ്രാജ്യ നഗരമായിട്ടാണ് അറിയപ്പെടുന്നത്. ദീപാവലി നാളിൽ ധനത്രയോദശി പൂജകൾ കൃത്യമായും ധനവാനായ കുബേരനെ പ്രകീർത്തിക്കുന്നതിനു വേണ്ടി ചെയ്യുന്നത് വളരെ പുണ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. കുബേരന്റെ പിതാവായ വിസ്രവസിന്റെ മറ്റൊരു ഭാര്യ കൈകസിയുടെ മകനാണ് രാവണൻ. കുബേരന്റെ രൂപത്തെക്കുറിച്ച് പല രീതിയിലുള്ള വർണ്ണനകളാണ് പുരാണങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഈ കുബേരൻ ഇന്നും ആരാധന നടത്തുന്ന ആളുകൾക്ക് ഒരുപാട് ധന ഐശ്വര്യ സമ്പൽ സമൃദ്ധി നൽകുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കുബേരന്റെ ഭാര്യ ഭദ്ര, ചൗവേരി എന്ന പേരുകളിലാണ് അവരെ അറിയപ്പെടുന്നത്. ഇവർക്ക് നളകുബേരൻ, മണിഗ്രീവൻ, മയൂരരാജൻ എന്നീ ആൺമക്കളും മീനാക്ഷി എന്ന ഒരു പെൺമകളും ഉണ്ട് എന്നാണ് പുരാണം പറയുന്നത്. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടുകൂടി ധനവാനായ കുബേരൻ ലങ്ക എന്ന ഒരു രാജ്യം സ്വന്തമാക്കുകയും ആ രാജ്യത്ത് വളരെ സന്തോഷപൂർവ്വം പ്രജകളെ സേവിച്ചും സ്നേഹിച്ചും ജീവിച്ചിരുന്ന ഒരു ആളാണ്. യക്ഷരാജാവാണ് കുബേരൻ. ഏറ്റവും നല്ല രീതിയിൽ പ്രജാപതിയായി രാജ്യം ഭരിച്ച കുബേരൻ എന്നും ഒരു മാതൃക രാജാവ് എന്ന രീതിയിൽ പ്രസിദ്ധനാണ്. തൻ്റെ അർദ്ധ സഹോദരനായ രാവണൻ തൻ്റെ സാമ്രാജ്യം പിടിച്ചെടുത്തപ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ തന്നെ അങ്ങ് ഹിമവാന്റെ അടുത്ത് ഗന്ധമാദന പർവ്വതത്തിനടുത്ത് ഒരു അളകാപുരി എന്ന ഒരു സ്വർഗരാജ്യം തീർക്കുകയും ആ സ്വർഗരാജ്യത്ത് ഇന്നും അദ്ദേഹം വസിക്കുന്നു എന്നാണ് ഹൈന്ദവ, ജൈന, ബൗദ്ധ മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്.